നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭചിത്രത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ചത്തുകളയുമെന്ന് എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തി. കോടതിക്ക് മുൻപിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അതിജീവത. താൻ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്ന് യുവതി കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ ഇക്കാര്യം, അതായത് യുവതിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ച് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ഉഭയകക്ഷി സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധം നടന്നതെന്ന് രാഹുൽ തന്റെ ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് യുവതിയെ അറിയത്തില്ലെന്നോ ബന്ധമില്ലെന്നോ ഒന്നുമല്ല പറഞ്ഞത്, അതൊന്നും നിഷേധിച്ചിട്ടുമില്ല. അവരുടെ കൂടി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നുവെന്ന് പച്ചയ്ക്ക് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതത്തോടെ രണ്ടുപേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമല്ല. ഇതിരയ്ക്കും രാഹുലിനെ കുടുക്കാൻ കാത്തിരിക്കുന്നവർക്കും കുരുക്കാണ്. അപ്പോൾ മുന്നിലുള്ള ഒരേ ഒരു വഴി രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് തെളിയിക്കുകയാണ്. ഇതുവരെ പുറത്തെവിടെയും വരാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ യുവതിയുടെ ഓഡിയോ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അവർ അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന ഓഡിയോയും രാഹുലിനോട് സംസാരിക്കുന്ന ഓഡിയോയും ചില ചാറ്റുകളും ഒക്കെ ആയിരുന്നു പുറത്തു വന്നത്. ആ സമയങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊടുന്നനെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ആത്മഹത്യാ ഭീഷണി വെച്ച് അലക്കുകയാണ്. മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് ഇത് തന്നെയാണ്. ഗർഭചിത്രത്തിന് സമ്മതിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന ഒരു വാദം മാത്രം പോരാ, അത് തെളിയിക്കാനുള്ള തെളിവുകൾ ഉൾപ്പെടെ യുവതിയും അഭിഭാഷകരും ഇനി കോടതിയിൽ സമർപ്പിക്കണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. സീൽഡ് കവറിലാണ് അതെല്ലാം കോടതിയെ അറിയിച്ചിരിക്കുന്നതും. രാഹുൽ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതിന് തെളിവുകൾ ഉണ്ടെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. അതായത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ ആത്മഹത്യാ ഭീഷണിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നത്. സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങി കഴിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ആദ്യം ഗുളിക വാങ്ങിയില്ലെന്നും ഡോക്ടറെ കാണാൻ പോകാമെന്നും സമ്മതിച്ചിരുന്നുവെന്ന മൊഴിയാണ് യുവതി നൽകിയത്. എന്നാൽ പെൺകുട്ടിയുടെ മാതാവിന് പരിചയമുള്ള ഡോക്ടർ ആയതിനാൽ അവരെ കാണാൻ പറ്റില്ല എന്ന് യുവതി അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി ഗുളികകൾ നൽകിയത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ഇത്തരത്തിൽ ജോബിയിൽ നിന്ന് ഗുളിക വാങ്ങിക്കുന്നതിനായി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പ്രധാന വാദം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉയർന്നത്. ഉഭയസമ്മത പ്രകാരമായിരുന്നില്ല ലൈംഗിക ബന്ധമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട്. എന്നാൽ ഗുളിക കൊണ്ടുവരാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. രാഹുലിനോട് ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം ഇതോടെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഗുളിക കൊണ്ടുവരാൻ രണ്ടാമത് യുവതി ആവശ്യപ്പെട്ടതെന്ന് പ്രോസിക്യൂഷൻ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് വാദിച്ചു. ഉഭയസമ്മത പ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉയർത്തി കാണിച്ചത്. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതായിരുന്നു രണ്ടാമത്തെ വാദം. ഇത് രണ്ടും പൊളിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ ചില വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായത്. ഒരു പെൺകുട്ടി അവരുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്നതിനിടെ ഒരു ജനപ്രതിനിധിയെ സഹായത്തിന് സമീപിച്ചപ്പോൾ അവിടെ ചൂഷണം നടക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യം തെളിവുകളുടെയും പെൺകുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് തനിക്ക് ആ ഗുളിക കഴിക്കേണ്ടി വന്നത് എന്ന് യുവതി കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന ചോദ്യമാണ് പോലീസ് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ മഷിയിട്ട് നോക്കിയിട്ടും കിട്ടുന്നില്ല. രാഹുലിനെ കൈയെത്തും ദൂരത്ത് എത്തുമ്പോൾ തന്നെ വഴുതി പോകുകയാണ്. അതായത് രാഹുൽ താമസിക്കുന്ന ഒളിയിടം കണ്ടെത്തി അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ രാഹുൽ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. കർണാടകയിൽ പാഞ്ഞു നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് പോലീസിനെ വലയ്ക്കുകയാണ്. പോലീസിൽ നിന്ന് തന്നെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പും തലപുകഞ്ഞു നിൽക്കുകയാണ്. ആരൊക്കെയാണ് രാഹുലിനെ സേനയ്ക്കുള്ളിൽ നിന്ന് സഹായിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ ശക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ
കോൺഗ്രസിൽ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾക്ക് പല അഭിപ്രായങ്ങളാണ് രാഹുൽ വിഷയത്തിലുള്ളത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിലെ യുവതികൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെ ഉൾപ്പെടെ നേതാക്കൾ, വനിതാ നേതാക്കൾ അതിശക്തമായി തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷവും പാർട്ടിക്കുള്ളിൽ രാഹുലിനെ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ വാദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് പരാതിപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ എം ഷഹനാസിനെതിരെ കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ്. KPCC സംസ്കാര സമിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എം ഷഹനാസിനെ പുറത്താക്കിയിരിക്കുകയാണ്. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് സഹയാത്രികയായ ഷഹനാസ്. ഇവർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പുറത്താക്കൽ. അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പദവികൾ നഷ്ടപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ഷഹനാസ് പ്രതികരിച്ചു. കോഴിക്കോട് DCC അധ്യക്ഷനെതിരെയും ഷഹനാസ് ആരോപണം ഉന്നയിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായി തന്നെ പ്രതിരോധിക്കുന്നതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ നടപടിയെന്നും ഷഹനാസ് ആരോപിച്ചു. നിലവിൽ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ താൻ തുടരുന്നുണ്ടെന്നും അവർ അറിയിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന പദവികളാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂവെന്നും ഷഹനാസ് പ്രതികരിച്ചു. സാംസ്കാരിക സാഹിതി പോലുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഷാഫി പറമ്പിലാണെന്നായിരുന്നു ഷഹനാസ് പറഞ്ഞു വെച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ മുൻപ് തന്നെ താൻ ഷാഫി പറമ്പിലിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ അതിനെല്ലാം പുച്ഛിച്ചുകൊണ്ടായിരുന്നു ഷാഫി നേരിട്ടതെന്നും ഇതൊന്നും തങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഇടപെടലെന്നുമായിരുന്നു ഷഹനാസ് പറഞ്ഞത്. ഷഹനാസിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഷാഫി പറമ്പിലിനും വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഷഹനാസിനെതിരെ നടപടിയെടുത്തതിൽ വനിതാ നേതാക്കൾ കടുത്ത അമർഷത്തിലാണ്. കോൺഗ്രസിലെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഇപ്പോഴും ഇന്നാണ്. MLAയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്ന നിലപാടിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നത്. രാഹുലിനെ പുറത്താക്കണമെന്ന ശുപാർശ KPCCയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഭിക്കുമെന്ന് ദീപാദാസ് മുൻഷി പ്രതീക്ഷിച്ചുവെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിയതിനാൽ അതുണ്ടായില്ല. രാഹുലിനെതിരെ ലഭിച്ച പരാതികളിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഓഫീസുകൾ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതെന്നാണ് ദീപാദാസ് നേതൃത്വത്തെ അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിഷയം ദോഷം ചെയ്യുമെന്നും ദീപ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. രാഹുലിനെ പുറത്താക്കിയില്ലെങ്കിൽ CPM BJP പ്രചാരണം അതിന്മേലാകുമെന്നും ദീപാദാസ് മുൻഷി നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കവർ ഫോട്ടോ മാറ്റി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അടുത്ത ഘട്ട പ്രചാരണത്തിന് തുടക്കമിട്ടുവെങ്കിലും രാഹുൽ വിഷയം കാരണം അത് ഏറ്റില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീട് കയറി ഇറങ്ങുന്ന സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പാളിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. KPCC അധ്യക്ഷൻ പോലീസിന് പരാതി കൈമാറിയതിനൊപ്പം പുറത്താക്കൽ കൂടി ഉയർത്തി CPMനെ രാഷ്ട്രീയമായി നേരിടാമെന്നായിരുന്നു കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട ധാരണ. AICCയും നടപടി നിർദ്ദേശിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം രാവിലെയോടെ വനിതാ നേതാക്കളടക്കം രാഹുലിനെ പുറത്താക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാരോപിച്ച് തനിക്കെതിരെ കേസെടുത്തതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസെടുത്തുവെന്ന് കാണിച്ച് സന്ദീപ് പരാതി നൽകിയത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ സൈബർ പോലീസ് എടുത്ത കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ്. കേസിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിനിടെയായിരുന്നു സന്ദീപ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തനിക്കെതിരായ കേസ് പകപോക്കലും കൃത്യവിലോപവുമാണെന്ന് സന്ദീപ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാപരമായ നിലനിൽപ്പില്ലാത്തതുമാണ്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാപരമായ നിലനിൽപ്പില്ലാത്തതുമാണ്. കേസിൽ പരാതിക്കാരിയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. പോലീസ് അധികാരത്തിന്റെ വ്യക്തമായ ദുരുപയോഗമാണ് ഈ നടപടിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാന തെളിവായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഫോട്ടോ വിവാഹം നടന്ന ദിവസം തന്നെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ്.
പ്രസ്തുത കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വളരെ മുൻപായിരുന്നു അത്. തീർത്തും നിരുപദ്രവകരമായ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഫോട്ടോയിലുള്ള വ്യക്തി യാതൊരു നിയമ നടപടികളിലും പരാതിക്കാരനോ ഇരയോ ആയിരുന്നില്ല. നിലവിലില്ലാത്ത ഒരു കേസിന്റെ പേരിൽ നിയമം ലംഘിക്കാനുള്ള ക്രിമിനൽ ഉദ്ദേശം തനിക്കുണ്ടായിരുന്നില്ല എന്നും സന്ദീപ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. നിയമപരമായി പോസ്റ്റ് ചെയ്ത എന്റെ പഴയ പോസ്റ്റ് മറ്റുള്ളവർ പരാതിക്കാരിയുമായി ബന്ധിപ്പിക്കാൻ ദുരുപയോഗം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ഫോട്ടോ ഉടൻ തന്നെ പരസ്യമായി ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പരാതിക്കാരിയുടെ വ്യക്തിവിവരം വെളിപ്പെടുത്തുന്നത് അനുചിതമാണ് എന്ന് തന്റെ രണ്ടാമത്തെ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് നിയമവാഴ്ചയോടും വ്യക്തികളുടെ സംരക്ഷണത്തോടുമുള്ള എന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണെന്നും സന്ദീപ് ചൂണ്ടിക്കാട്ടി. ദുരുപയോഗം തടയാൻ സതുദ്ദേശത്തോടെ എടുത്ത നടപടിയുടെ പേരിൽ തന്നെ രാഷ്ട്രീയമായി കേസിൽ കുടുക്കുകയായിരുന്നു. തനിക്കെതിരായ കേസും എഫ്ഐആറും തന്റെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുകയും ഉത്തരവാദിത്തപരമായ എന്റെ നടപടിയെ ഒരു ക്രിമിനൽ കുറ്റമായി തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പോലീസിന്റെ സംവിധാനം രാഷ്ട്രീയ പകപോക്കലിനായി ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുറപ്പുവരുത്തുന്നതിനും ഈ വിഷയത്തിൽ നീതി നടപ്പാക്കുന്നതിനും വേണ്ടി കേസിലെ എഫ്ഐആറിൽ പരിശോധന വേണമെന്നും സന്ദീപ് വാര്യർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് സന്ദീപ് വാര്യർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ താൻ മനഃപൂർവ്വം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിലും സന്ദീപ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിയുടെ വിവാഹ സമയത്തെടുത്ത ആശംസാ പോസ്റ്റ് ഒരു വർഷം മുൻപ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്റ് മറ്റു ചിലർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തുവെന്നും അതിജീവിതയെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും സന്ദീപ് തന്റെ ജാമ്യാപേക്ഷയിൽ വിശദീകരിക്കുന്നുണ്ട്. കേസിൽ ഒന്നാം പ്രതി മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ്. മറ്റൊരു പ്രതിയായ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് പിന്നാലെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മറ്റ് നേതാക്കളെയും ചോദ്യം ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.